അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകസ്സിബാൻ. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, ഞാനും നിങ്ങളും ഒരു മിനിറ്റിൽ ചുരുങ്ങിയത് 12 പ്രാവശ്യം, കൂടിയാൽ 19 പ്രാവശ്യം ശ്വസിക്കുന്നുണ്ട്. പ്രായവ്യത്യാസം അനുസരിച്ച് ശ്വസന നിരക്കിൽ വ്യത്യാസമുണ്ടെങ്കിലും 18 മുതൽ 65 വരെയുള്ള ആളുകളിൽ ഏകദേശം ഒരു ദിവസം നമ്മൾ 17,000 കൂടിയാൽ 19,000 പ്രാവശ്യം ശ്വസിക്കുന്നുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ പോലും അറിയാതെ സൗജന്യമായി യാതൊരു പരിശ്രമവുമില്ലാതെ 17,000 പ്രാവശ്യം ഇങ്ങനെ വായു ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് തള്ളുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ ഒരു മകന് പെട്ടെന്ന് ശ്വാസം കിട്ടാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ICUയിൽ 2 ദിവസമൊക്കെ കിടത്തി ഡിസ്ചാർജ് ചെയ്ത് വന്നതാണ്. അപ്പോൾ ആളൊരു തമാശക്കാരൻ കൂടിയാണ്. ഞങ്ങൾ കണ്ടപ്പോൾ അവൻ പറഞ്ഞു, ഈ ശ്വസനം എന്നൊക്കെ പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വല്ലാത്തൊരു അനുഗ്രഹം തന്നെയാണ് കേട്ടോ. 2 ദിവസം ICUയിൽ കിടന്നപ്പോഴാണ് അതിൻ്റെയൊക്കെ നിലയും വിലയും മനസ്സിലായത്. സഹോദരിമാരെ, ഇതൊരു ശ്വസനത്തിൻ്റെ മാത്രം കാര്യമല്ലല്ലോ. നമ്മുടെ കാഴ്ച, കേൾവി, ആരോഗ്യം, മക്കൾ, സമ്പത്ത്, വായു, വെള്ളം എല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹമല്ലേ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനും ആ അനുഗ്രഹത്തിന് അള്ളാഹുവിനോട് നന്ദി കാണിക്കേണ്ടതിൻ്റെ ഗൗരവം നമ്മളെ ബോധ്യപ്പെടുത്തുവാനും വേണ്ടി പരിശുദ്ധ ഖുർആനിൽ 55-ാമത്തെ അധ്യായവും അള്ളാഹുവിൻ്റെ പേരുകൊണ്ട് തുടങ്ങുന്ന ഒരേ ഒരു അധ്യായവുമായ സൂറത്തു റഹ്മാനിൽ 31 പ്രാവശ്യം അള്ളാഹു ചോദിക്കുകയാണ്, ഫബി അയ്യി ആലാഇ റബ്ബിക്കുമാ. അപ്പോൾ നിങ്ങളുടെ രക്ഷിതാവിൻ്റെ ഏതൊരു അനുഗ്രഹത്തെയാണ് തുകസ്സിബാൻ നിങ്ങൾ ഇരു കൂട്ടരും നിഷേധിക്കുന്നത് എന്ന്. ഇവിടെ ഇരു കൂട്ടർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യരെയും ജിന്നുകളെയുമാണ്. നമുക്കറിയാം, മനുഷ്യരെ വഴിപിഴപ്പിക്കുന്നതും നിഷേധികളാക്കുന്നതും പിശാചുക്കളാണ്. നമ്മൾ നോക്കുമ്പോൾ നിഷേധിയായൊരു മനുഷ്യനെ മാത്രമേ കാണുള്ളൂ എന്നുണ്ടെങ്കിലും അവൻ്റെ കൂടെയുള്ള പിശാചിനെ, അല്ലെങ്കിൽ അവനെ അതിന് പ്രേരിപ്പിച്ച പിശാചിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 2 കൂട്ടരോടുമായി ഈ ചോദ്യം ആവർത്തിച്ചത്. ഈ ആയത്തിൻ്റെ ആവർത്തന ഭംഗി നമുക്കൊരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കാം. നോക്കൂ, ഒരു രക്ഷിതാവ് തൻ്റെ മകൻ പഠിച്ചു മിടുക്കനാകണം, ജോലി വാങ്ങണം എന്നെല്ലാം വിചാരിച്ച് ഒരു നല്ല കോളേജിൽ കൊണ്ടുപോയി ചേർത്ത് അവന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ്. അവസാനം ആ മകൻ പരീക്ഷയിൽ തോൽക്കുകയാണ്. അപ്പം ഉണ്ടാവുമല്ലോ ആ രക്ഷിതാവിന് കുറേ കാര്യങ്ങൾ പറയാൻ. എൻ്റെ ഭാഗത്ത് നിന്ന് നിനക്ക് വേണ്ടതെല്ലാം ഞാൻ ചെയ്തു തന്നില്ലേ, ഇല്ല എന്ന് നിനക്ക് പറയാൻ പറ്റുമോ എന്നെല്ലാം ചോദിക്കൂലേ. അതുപോലെ അലസ്തു ബി റബ്ബിക്കും എന്ന ഒരു കരാറ് എടുത്തിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ മനുഷ്യരെയും ഈ ഭൂമിയിലേക്ക് അയച്ചത്. എന്നിട്ട് ഏറ്റവും നല്ല സിലബസായ പരിശുദ്ധ ഖുർആനും ഏറ്റവും നല്ല അധ്യാപകനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും നൽകി, എണ്ണമറ്റ അനുഗ്രഹങ്ങളും നൽകി. എന്നിട്ടും ആളുകൾ നിഷേധികളാകുന്നത് കാണുമ്പോൾ അള്ളാഹു ചോദിക്കുകയാണ്, ഫബി അയ്യി ആലാഇ റബ്ബിക്കുമാ തുകസ്സിബാൻ എന്ന്. നോക്കൂ, ഈ ചില ആളുകൾക്ക് 2 or 4 പ്രാവശ്യം പറഞ്ഞാൽ കാര്യം മനസ്സിലാവും. ചിലർക്ക് 8 ഉം 10 ഉം പറയേണ്ടി വരും, ചിലർക്ക് അതിൽ കൂടുതലും. ഇവിടെ റഹ്മാനായ റബ്ബ് 31 പ്രാവശ്യമാണ് ഇത് ആവർത്തിക്കുന്നത്. മറ്റൊരു ഭംഗി നോക്കൂ, സൂറത്തു റഹ്മാനിൽ ഖുർആൻ ഉൾപ്പെടെ മനുഷ്യർക്ക് നൽകിയ അനുഗ്രഹങ്ങൾ പറയുന്നിടത്ത് 8ഉം നരകശിക്ഷയെക്കുറിച്ച് പറയുന്നിടത്ത് 7ഉം സ്വർഗത്തിൻ്റെ ആദ്യ പദവിയെക്കുറിച്ച് പറയുന്നിടത്ത് 8ഉം ഉന്നത പദവിയെക്കുറിച്ച് പറയുന്നിടത്ത് 8ഉം ഇങ്ങനെ 8+7+8+8=31. ഈ ഒരു ഘടനയിലാണ് ഈ വാക്യം ഇതിൽ ആവർത്തിക്കുന്നത്. അവിടെ അനുഗ്രഹം, അതായത് സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ 8 വാതിലുകളാണല്ലോ സ്വർഗത്തിന്. അതേപോലെ നരകത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ 7 പ്രാവശ്യം. നരകത്തിന് 7 വാതിലുകളാണല്ലോ. അതേ സ്വർഗത്തിനെ കുറിച്ച്, നരകത്തെക്കുറിച്ച് 1 പ്രാവശ്യം പറഞ്ഞപ്പോൾ അതിൻ്റെ ഇരട്ടിയാണ് റഹ്മാനായ റബ്ബ് സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞത്. ഇങ്ങനെ പല സൗന്ദര്യവും ഈ ഒരു ആയത്തിൽ മുഫസ്സിരിങ്ങൾ പറയുന്നുണ്ട്. നോക്കൂ, ഒരു ഹദീസ് കൂടി വിശദീകരിക്കട്ടെ. അതായത് ജാബിർ ബിൻ അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം ചെയ്യുന്ന, തിർമിദി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികൾക്ക് ഈ സൂറത്ത് റഹ്മാൻ ഓതിക്കൊടുക്കുകയാണ്. വളരെ ശാന്തമായി, പ്രതികരണമൊന്നുമില്ലാതെ അവരത് കേട്ടിരുന്നു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഈ സൂറത്ത് ഞാൻ ജിന്നുകൾക്ക് ഓതിക്കൊടുത്തപ്പോൾ
അവർ നിങ്ങളെക്കാൾ മനോഹരമായ രീതിയിലാണ് പ്രതികരിച്ചത്. കാരണം ഫബി ഐ ആല ഈ റബ്ബിക്കുമാ തുക്കദിബാൻ എന്ന ആയത്ത് ഓരോ പ്രാവശ്യം കേൾക്കുമ്പോഴും ലാബി ഷൈഇം മിൻ നിഅമിക റബ്ബനാ നുകദ്ദിബു ഫലക്കൽ ഹംദ്, റബ്ബേ നിന്റെ അനുഗ്രഹങ്ങളിൽ ഞങ്ങൾ ഒന്നിനെയും നിഷേധിക്കുന്നില്ല, സർവസ്തുതിയും നിനക്കാകുന്നു എന്ന് അവർ വിളിച്ചു പറയുമായിരുന്നു എന്ന്. എന്താണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്? നമുക്ക് എന്തെല്ലാം കഴിവുകളും നേട്ടങ്ങളും കിട്ടിയിട്ടുണ്ടോ അതൊക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളാണ്. അതെല്ലാം എൻ്റെ അധ്വാനം കൊണ്ട് ഞാൻ നേടിയതാണ് എന്ന് ആരെങ്കിലും ചിന്തിച്ചു പോയാൽ അത് അള്ളാഹുവിനെ നിഷേധിക്കുന്നതിന് തുല്യമാണ് എന്ന് മനസ്സിലാക്കണം. എന്ന് മാത്രമല്ല, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് എണ്ണിക്കണക്കാക്കാൻ കഴിയില്ല എന്നല്ലേ പറഞ്ഞത്? വൈൻ തഅദ്ദു നിഅമത്തല്ലാഹ് ലാ തുഹ്സുഹാ. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് എണ്ണിക്കണക്കാക്കാൻ കഴിയില്ല. അത്രമാത്രം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മളിലുണ്ട്. അത് അള്ളാഹു നൽകിയതാണ് എന്ന് സമ്മതിച്ച് അവന് നന്ദി കാണിക്കണമേ എന്നാണ് ഈ 31 പ്രാവശ്യം ഈ ചോദ്യം ആവർത്തിക്കുന്നതിലൂടെ അള്ളാഹു നമുക്ക് നൽകുന്ന സന്ദേശം. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് സന്ദർഭത്തിലും അള്ളാഹുവിനോട് നന്ദി കാണിക്കുവാൻ നമ്മൾ പഠിക്കുക, പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. ഒപ്പം അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹസ്നി ഇബാദത്തിക എന്ന പ്രാർത്ഥന നമ്മൾ അധികരിപ്പിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.